പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ഈ JCNDSD ഗ്രൂപ്പിലൂടെ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന എല്ലാ മാന്യ സ്നേഹിതരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് തിരുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ശ്രവിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ദൈവജനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കേൾവിക്കാരായിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രതികരണങ്ങൾക്ക് ഞങ്ങൾ വളരെ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ സ്നാന സമയത്ത് ഒരു പ്രാവ് ഇറങ്ങി വരുന്നു. മുകളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. യേശു ക്രിസ്തു യോർദാൻ നദിയിൽ സ്നാനത്തിനായി കടന്നു വരുന്നു. ഇത് വെച്ചുകൊണ്ട് തൃത്വം തെളിയിക്കുവാൻ വേണ്ടി നമ്മുടെ സ്നേഹിതരെ വളരെ തിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ പരിശ്രമങ്ങൾ പരാജയപ്പെടുന്നതിന്റെ കാരണം വചനത്തിൽ അതിനെക്കുറിച്ച് എന്തു പറഞ്ഞിരിക്കുന്നു എന്നുള്ള വ്യക്തമായ ഒരു തെളിവ് ആശയങ്ങൾ അവർക്ക് ലഭിക്കാതെ പോകുന്നത് കൊണ്ട് ഊഹാഭോഗത്തിന്റെ പിന്നാലെ അവർ പോകുകയാണ്. ഈ പ്രാവ് പരിശുദ്ധാത്മാവാണെന്ന് ചിന്തിച്ച് കത്തോലിക്ക സഭയും മുൻപോട്ട് പോകുന്നു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ രൂപം പ്രാവാണ് എന്നാണ് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ. യേശു സ്നാനം ഏറ്റയുടനെ വെള്ളത്തിൽ നിന്നു കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഒന്നുകൂടെ ഞാൻ എടുത്തു വായിക്കട്ടെ. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. ഇവിടെ പറയപ്പെട്ട സംഭവമായി തൃത്വത്തെ വേളി കഴിപ്പിക്കുവാനാണ് നിക്കിയാസ് സുന്നകദോസ് മുതൽ സാത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് ദല്ലാളായിട്ട് പ്രവർത്തിച്ചത് ചക്രവർത്തിയായിരുന്ന കുസ്തന്തീനോസാണ്. AD 325 അവർ സ്വന്തം വിവേകത്തിലൂന്നി ഈ കൊലപാതകനായ കുസ്തന്തീനോസ് കൊണ്ടുവരപ്പെട്ട ഉപദേശം സ്ഥാപിക്കുവാൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എന്ന് അഭിമാനിക്കുന്ന ഇവിടുത്തെ പെന്തക്കോസ് പ്രസ്ഥാനങ്ങളും അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖകരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവര് ഈ തൃത്വത്തിന് വേണ്ടി ഈ വേദഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് അതിനെ കൂട്ടിയോജിപ്പിക്കുവാൻ, വേളി കഴിക്കുവാൻ പരിശ്രമിക്കുന്നുവെങ്കിലും അത് വിജയിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. തിരുവചനം നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് വചനത്തിലൂടെ തന്നെ അതിന്റെ തെളിവുകളുണ്ട്. ഒന്നാമതായിട്ട് ഞാൻ ദൈവാത്മാവ് പ്രാവ് എന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് കണ്ടു. ഇവിടെ പ്രാവ് പരിശുദ്ധാത്മാവിന്റെ ആളത്വമോ പരിശുദ്ധാത്മാവിന്റെ ആളത്വം പ്രാവാണ് എന്ന് പഠിപ്പിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ പറയപ്പെടുന്ന വിഷയം ശ്രദ്ധിക്കുക. ദൈവാത്മാവ് ഒരു പ്രാവായി ഇറങ്ങി വന്നു എന്നല്ല, പ്രാവ് പോലെ. ഭാഷാശാസ്ത്രപ്രകാരം ഉപമ അലങ്കാരത്തിലാണ് ഈ പോലെ എന്നുള്ള പ്രയോഗം വരുന്നത്. യെശയ്യാവ് 60:8 നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ സ്വന്തം നാട്ടിലേക്കുള്ള മടങ്ങി വരവിനെ
സംബന്ധിച്ച് പ്രവാചകൻ യെശയ്യാവ് ചോദിക്കുകയാണ്. തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെ പറന്നു വരുന്ന ഇവർ ആർ എന്ന് പറഞ്ഞിരിക്കുന്നു. അവയെല്ലാം പ്രാവ് വരുന്നു എന്നല്ല, പ്രാവിനെ പോലെ പറന്നു വരുന്ന ഒരു രംഗം കണ്ടുകൊണ്ട് പ്രാവ് പറന്നു വരുന്നത് പോലെ എന്നുള്ളൊരു പ്രയോഗമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മാന്യ സ്നേഹിതർ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, ദൈവാത്മാവ് പ്രാവ് എന്ന പോലെ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ പ്രാവ് എങ്ങനെ ഇറങ്ങി വരുന്നുവോ ആ വരവ് പോലെയാണ് ആത്മാവ് ഇറങ്ങി വരുന്നത് എന്ന് സ്നാപകൻ കണ്ടതാണ്. പ്രാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് നാം ശ്രദ്ധിച്ചാൽ, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇറങ്ങി വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മറ്റു പക്ഷികൾ ഇറങ്ങി വരുന്നത് പോലെയല്ല പ്രാവ് വരുന്നത്. ഒരു പരുന്ത്, ഒരു കാക്ക അല്ലെങ്കിൽ കഴുകൻ ഇരയുടെ മേൽ ഇറങ്ങി വരുന്നത് പെട്ടെന്ന് ഇരയെ കണ്ടാൽ പെട്ടെന്ന് വന്ന് അത് കൊത്തിവലിച്ച് ചീഞ്ഞതും നാറ്റം പിടിച്ചതുമായ പലതിനെ കൊത്തിവലിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രാവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രാവ് ഒരു ബൈബിൾ പ്രകാരം ഒരു വിശുദ്ധ ജീവിയാണ്. ആ പ്രാവിനെയാണ് പരിശുദ്ധാത്മാവിനോട് ഉപമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രാവിന്റെ വരവ് പോലെ. അതാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് ചാടി വന്ന് ആക്രാന്തം കാണിക്കുന്നില്ല. അത് വളരെ സാവധാനമായി, വളരെ ഭൗമ്യതയോടെ, വളരെ സാവധാനം ആണ് അതിന്റെ വരവ്. പ്രാവിനെ കുറിച്ച് തിരുവചനം പറയുന്ന ചില വാക്യങ്ങൾ കൂടി ഞാൻ എൻ്റെ മാന്യ സ്നേഹിതർക്ക് വേണ്ടി ഇവിടെ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 8:9 നാം ആദ്യമായി പ്രാവിനെ കാണുന്നു. നോഹ പെട്ടകത്തിൽ നിന്ന് ഒരു പ്രാവിനെ പുറത്തുവിട്ടു. എന്നാൽ പ്രാവ് കാൽ വെപ്പാൻ സ്ഥലം കാണാതെ അവന്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. അതിന്റെ അർത്ഥം പ്രാവ് അശുദ്ധിയിൽ കാല് വെക്കില്ല, പ്രാവ് ശുദ്ധിയുള്ള ഒരു പക്ഷിയാണ് എന്നാണ് നമുക്ക് അതിൽ നിന്ന് ഒന്നാമതായി പഠിക്കുവാൻ കഴിയുന്നത്. മത്തായി 10-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ പ്രാവ് നിഷ്കളങ്ക പക്ഷിയാണ് എന്നവിടെ പ്രതിപാദിച്ചിരിക്കുക. പ്രാവിനെ പോലെ നിഷ്കളങ്കത, പാമ്പിനെ പോലെ ബുദ്ധി. പ്രാവ് നിഷ്കളങ്ക പക്ഷിയാണ് എന്നവിടെ വ്യക്തമാക്കി പഠിപ്പിക്കുന്നു. ലേവ്യ പുസ്തകവും ഉൽപ്പത്തി പുസ്തകവും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെയെല്ലാം നമുക്ക് പ്രാവിനെ ഒരു യാഗവസ്തുവായി, മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിനു വേണ്ടി ഒരു യാഗവസ്തുവാണ് എന്ന് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. പകരക്കാരൻ എന്നുള്ള നിലയിൽ മനുഷ്യന് വേണ്ടി പരമയാഗമായി തീരുന്ന ആ ഒരു പ്രത്യേക ശുശ്രൂഷയാണ് ഈ പ്രാവ് എടുത്തു കാണിക്കുന്നത്. അപ്പൊ പ്രാവ് പോലെ വന്നു എന്ന് പറയുമ്പോൾ പ്രാവിന്റെ ചില സ്വഭാവ ഗുണങ്ങൾ ഇവിടെ ഞാൻ ദൈവജനത്തിലൂടെ വിശദീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഉത്തമഗീതം 1:15 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു പ്രാവിന്റെ സ്വരം ഇമ്പമുള്ള സ്വരമാണ്, വളരെ മനോഹരമായ സ്വരമാണ്. യെശയ്യാവ് 59:11 വായിക്കുമ്പോൾ പ്രാവ് കുറുകിക്കൊണ്ടിരിക്കുന്നു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അത് ഒരു മധ്യസ്ഥതയെ കാണിക്കുന്നു. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ആര് എന്ന് ചോദിക്കുമ്പോൾ അത് യേശു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. പിന്നെ എങ്ങനെ പറയണം? ബൈബിളിന്റെ വാക്യത്തിന്റെ വെളിച്ചത്തിൽ മനുഷ്യനായ ക്രിസ്തുയേശു എന്ന് പറയണം. യേശു ക്രിസ്തു അല്ല, മനുഷ്യനായ ക്രിസ്തുയേശു എന്ന് പറഞ്ഞാൽ തന്റെ മനുഷ്യത്വമാണ്, താൻ എടുത്ത ജഡമാണ്, ദൈവം തനിക്കായി ഒരുക്കിയ ഈ ജഡമാണ് ഈ മധ്യസ്ഥത വഹിക്കുന്നത്. അതിന് പുത്രനെന്നും പുത്രത്വമെന്നും മനുഷ്യനെന്നും കുഞ്ഞാടെന്നും ഒക്കെ നമുക്ക് ബൈബിളിന്റെ വെളിച്ചത്തിൽ നമുക്ക് എടുത്ത് പറയുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പ്രാവിന്റെ സ്വരം, അതുപോലെ തന്നെ ഉത്തമഗീതം പ്രാവിന്റെ കണ്ണ് കരുണയുടെ പ്രതീകമാണ്. കണ്ണ് എപ്പോഴും കരുണ, മറ്റുള്ളവർക്ക് വേണ്ടി കരുണയോടെ അല്ലെങ്കിൽ കരയുന്ന പ്രാവിന്റെ കണ്ണ് കലങ്ങിയിരിക്കുന്നു
എപ്പോഴും കണ്ണുനീരുള്ള ഒരു താഴ്മയുള്ള ഒരവസ്ഥയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഉത്തമൻ 2:14 വായിക്കുമ്പോൾ അതിന്റെ സ്വരം ഇമ്പമുള്ളതാണ്. സങ്കീർത്തനം 55:6 വായിക്കുമ്പോൾ പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നുവെന്ന് ഭക്തൻ അവിടെ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. 62:13 വായിക്കുമ്പോൾ സൗന്ദര്യമുള്ള ചിറകുകൾ വെള്ളി കൊണ്ട് പൈമ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്ന പോലെ പ്രാവിന്റെ ചിറകിനെ കുറിച്ച് അവിടെ കാണുവാൻ കഴിയുന്നു. അപ്പൊ പ്രാവിനെ പരിശുദ്ധാത്മാവ് പ്രാവ് ഇറങ്ങി വരുന്നത് പോലെ എന്ന് ബൈബിൾ തിരുവചനം സൂചിപ്പിച്ചത് പ്രാവിന് അനവധി വിശേഷതകൾ, മധ്യസ്ഥത, അതുപോലെ തന്നെ പ്രാവിനുള്ള പല വിധത്തിലുള്ള ഗുണങ്ങൾ മറ്റു പക്ഷികൾക്കൊന്നും ഇല്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായതുകൊണ്ട് പരിശുദ്ധാത്മാവ് അത് വ്യക്തമായി അതെടുത്തിരിക്കുക പ്രാവിനെ പോലെ. ഒന്നുകൂടെ വായിക്കട്ടെ ആ വാക്യം. അവിടെ കാണുവാൻ കഴിയുന്നത് മത്തായി സുവിശേഷം 3:16 മുതൽ വായിക്കുമ്പോൾ, യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇത്രയും എന്റെ സ്നേഹിതരെ നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇനി രണ്ടാമതായിട്ട്, പ്രാവ് പരിശുദ്ധാത്മാവിന്റെ ആളത്വമോ? പ്രാവ് പരിശുദ്ധാത്മാവിന്റെ ആളത്വമാണോ? അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ് അന്യഭാഷയെന്ന് സകല ബന്ധക്കോസുകാരും പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ നമുക്കറിവില്ലാത്ത മറ്റേതോ ഭാഷയാണല്ലോ അന്യഭാഷ, അല്ലെങ്കിൽ നമ്മുടേതല്ലാത്ത മറ്റൊരു ഭാഷ. അത് മനുഷ്യരുടെയോ ദൂതന്മാരുടെയോ ആകാം. ഞാൻ മനുഷ്യരുടെയോ ദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചാൽ എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് നമുക്കറിയാം. കൊരിന്ത്യ ലേഖനം 13-ാം നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഒരുവൻ തൻ്റേതല്ലാത്ത മറ്റേതോ ഭാഷയിൽ ദൈവിക കാര്യങ്ങൾ സംസാരിച്ചാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളോട് ഒരു ചോദ്യം. ബിലിയാമിന്റെ കഴുത എന്താ സംസാരിച്ചത്? തൻ്റേതല്ലാത്ത ഭാഷ, മനുഷ്യന്റെ വാക്കായി താൻ സംസാരിച്ചു. കഴുതയ്ക്ക് അത് അന്യഭാഷയാണ്. സത്യത്തിൽ അവിടെ ദൈവത്തിന്റെ അത് ഒരു അടയാളം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ അടയാളം എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി ഇരിക്കുന്നു. നമുക്കിവിടെ കാണുവാൻ കഴിയും, ബിലിയാമിന്റെ കഴുത അന്യഭാഷ സംസാരിച്ചു. ദൈവം തന്നെ കൊടുത്ത തൻ്റേതല്ലാത്ത മനുഷ്യരുടെ വാക്ക് കഴുത സംസാരിച്ചു. അന്യഭാഷ സംസാരിച്ച കഴുതയെ പരിശുദ്ധാത്മാവിന്റെ ആളത്വമായി നമ്മൾ ചിത്രീകരിക്കാമോ? ഒരിക്കലും പാടില്ല. സംഖ്യ 22:28 യഹോവ കഴുതയുടെ വായ് തുറന്നു, നിങ്ങൾ ആർക്കുന്നില്ലെങ്കിൽ കല്ലുകൾ ആർക്കും എന്ന് യേശു കല്ലുകളെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് കല്ലുകൾ പരിശുദ്ധാത്മാവിന്റെ ആളത്വമാണോ? കഴുത പരിശുദ്ധാത്മാവിന്റെ ആളത്വമാണോ? അതുപോലെ പ്രാവും പരിശുദ്ധാത്മാവിന്റെ ആളത്വമല്ല. പ്രാവ് ഇറങ്ങി വരുന്നത് കണ്ടെന്നല്ല, അത് പ്രാവ് പോലെ എന്നുള്ള ആ പ്രയോഗം നമ്മൾ ദൈവമക്കൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആകയാൽ പ്രാവ് പരിശുദ്ധാത്മാവിന്റെ ആളത്വമായി സൂചിപ്പിക്കുന്ന യാതൊരു തെളിവുകളും തിരുവചനത്തിൽ ഇല്ലാത്തതിനാൽ ആ വാദത്തെ അതിൻ്റെതായ അവജ്ഞയോടെ തന്നെ നമുക്ക് മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. മത്തായി 3:16-17 നമ്മൾ വായിക്കുമ്പോൾ, അപ്പൊ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. അതും നമ്മൾ ശ്രദ്ധിക്കണം. അവൻ കണ്ടു, അവർ കണ്ടില്ല. അവിടെ കണ്ടത് അവൻ കണ്ടു എന്നാണ്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. അപ്പോൾ യോഹന്നാൻ മാത്രം കേട്ട ശബ്ദം, യോഹന്നാൻ മാത്രം കണ്ട കാഴ്ച, ഈ സംഭവം എല്ലാവരും കണ്ടില്ല. സ്വർഗീയ ശബ്ദം എല്ലാവരും കേട്ടില്ല. യോഹന്നാൻ സ്നാപകൻ മാത്രം കാണുവാനുള്ള കാഴ്ചയും കേൾക്കുവാൻ ഉള്ള ശബ്ദവും ആയിരുന്നു എന്ന് അവിടെ നമുക്ക് വ്യക്തമാകുന്നു. തന്റെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. യോഹന്നാൻ 1:32-33 വായിക്കുമ്പോൾ യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന്, പ്രാവ് പോലെ, അതൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ, ആത്മാവ്
ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഞങ്ങൾ അവിടെ കൂടിയിരുന്നവരെല്ലാം കണ്ടെന്നല്ല, ഞാൻ കണ്ടു. അത് അവന്റെ മേൽ വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞില്ല. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, നിങ്ങൾ കാണുമോ എന്നല്ല. അവിടെ സ്നാനപ്പെടുത്തുവാനായിട്ട് അവിടെ ധാരാളം വ്യക്തികൾ സ്നാനപ്പെടുവാൻ അനേകർ വന്നിട്ടുണ്ട്. ഒന്നിലധികം ആൾക്കാരുണ്ട്, യോഹന്നാൻ മാത്രമല്ല. പക്ഷേ യോഹന്നാൻ മാത്രം കേൾക്കേണ്ട ശബ്ദം, യോഹന്നാൻ മാത്രം കാണേണ്ട കാഴ്ച, അത് യോഹന്നാൻ മാത്രം കണ്ടു, യോഹന്നാൻ മാത്രം കേട്ടു. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് അവന്റെ മേൽ വസിച്ചു, ഞാനും അവനെ അറിഞ്ഞില്ല. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ അയച്ചവൻ എന്നോട്, ആരാണ് യോഹന്നാൻ സ്നാപകനെ അയച്ചത്? മലാക്കി 3:1 വായിക്കുമ്പോൾ, എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. യഹോവ പറയുക, എനിക്ക് മുൻപേ വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? യഹോവയ്ക്ക് വഴി ഒരുക്കേണ്ടതിന്, യഹോവയ്ക്ക് മുൻപ് വഴി ഒരുക്കേണ്ടതിന് വേണ്ടി അയക്കപ്പെട്ടവനാണ് ഈ ദൂതൻ, ഈ യോഹന്നാൻ സ്നാപകൻ എന്ന് യഹോവ അരുളി ചെയ്യുക. ഹല്ലേലൂയ. ഇതൊക്കെ പ്രിയ സ്നേഹിതരെ നിങ്ങൾ വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യണം. തെറ്റായ പഠിപ്പിക്കൽ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണം എന്ന് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുകയാണ്. യോഹന്നാൻ സ്നാപകനല്ലാതെ മറ്റാരും ആ ശബ്ദം കേൾക്കുകയോ ആ കാഴ്ച കാണുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതിന് മറ്റൊരു തെളിവ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. മത്തായി 4:3 വാക്യം ഇവിടെ വായിക്കുന്നു. നീ ദൈവപുത്രനെങ്കിൽ എന്ന സംശയത്തിന് അവിടെ ആവശ്യം ഇല്ലായിരുന്നു. നീ ദൈവപുത്രനെങ്കിൽ, ദൈവം അവിടെ കാണിക്കുകയാ. പിന്നീട് ദൈവപുത്രൻ, പ്രിയപുത്രൻ എന്നുള്ള സ്വർഗീയ ധ്വനി. ഹല്ലേലൂയ. നീ ദൈവപുത്രനാണോ എന്നുള്ള സംശയത്തിന് അവിടെ യാതൊരുവിധ ആവശ്യവും ഇല്ലാതെ വണ്ണം പരിശുദ്ധാത്മാവ് വ്യക്തമാക്കി, ആ ശബ്ദം കേൾപ്പിച്ചു, വ്യക്തമാക്കി, അത് തനിക്ക് കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അടുത്തതായിട്ട് സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം 1/3 ദൈവത്തിന്റെ ആളത്വത്തെ സൂചിപ്പിക്കുന്നുവോ? ദൈവമുണ്ടെന്നും ഇവിടെ 1/3 ദൈവത്തിന്റെ ശബ്ദമാണോ സ്വർഗത്തിൽ നിന്ന് കേട്ടത്? 2 ദൈവം, ഒരു ദൈവം പ്രാവായിട്ട് വരുന്നു, മറ്റൊരു ദൈവം വെള്ളത്തിൽ നിൽക്കുന്നു. അപ്പൊ 1/3 ദൈവം ആണോ ഈ ശബ്ദം പുറപ്പെടുവിച്ചത്? 1/3 ദൈവമാണോ വെള്ളത്തിൽ നിൽക്കുന്നത്? 1/3 ദൈവമാണോ പ്രാവായിട്ട് വന്നത്? എത്രയോ വളരെ ദുഃഖകരമായിട്ടുള്ള പഠിപ്പിക്കലുമാണ് പെന്തക്കോസ്ത് സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ തെറ്റായി പഠിക്കാതെ, തെറ്റായിട്ട് യഥാർത്ഥമായിട്ട് വചനം പഠിക്കാതെ തെറ്റായിട്ട് ജനങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 പത്രോസ്. അപ്പോൾ നമുക്ക് അവിടെ ചിന്തിക്കാനായിട്ട് ഇടയായിത്തീരുന്ന മറ്റൊരു സംഗതി കൂടെ ഞാനിവിടെ സൂചിപ്പിക്കാം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു ശബ്ദമുണ്ടായി. അത് പിതാവിൽ നിന്നുണ്ടായി എന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ അത് ഊഹാഭോഗമാണ്. അത് പിതാവ് സംസാരിച്ചു, പുത്രൻ വെള്ളത്തിൽ നിൽക്കുന്നു. പിതാവാ ദൈവം അവിടെ സംസാരിച്ചു, പുത്രനാ ദൈവം വെള്ളത്തിൽ നിൽക്കുന്നു, പരിശുദ്ധാത്മാവാ ദൈവം പ്രാവ് പോലെ വരുന്നു. ഇതെന്റെ പൊന്നു സ്നേഹിതരെ, ഇത് തെറ്റാണ്. ഇത് ദൈവജനത്തിന് ഘടകവിരുദ്ധമാണ്. ഈ ശബ്ദം, സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം ഉണ്ടാകുന്നത്, ഈ ശബ്ദത്തിന് കാരണക്കാരനാണ് ആരാണ്? അതുകൂടെ നമുക്ക് ചിന്തിക്കാം. എന്നിട്ട് ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ
അതിന് ചോദിച്ചാൽ അതിന്റെ സംശയങ്ങൾ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. അപ്പോ ശബ്ദത്തിന്റെ ഉത്തരവാദി ആരാണ്? അതാണ് നമ്മൾ അടുത്തതായി ചിന്തിക്കാൻ പോകുന്നത്. ഏത് ശബ്ദത്തിന്റെ ഉത്തരവാദി? ഇവൻ എന്റെ പ്രിയപുത്രൻ എന്നുള്ള ശബ്ദമില്ലേ, ആ ശബ്ദത്തിന്റെ ഉത്തരവാദി ആരാണ്? നമുക്ക് 2 പത്രോസ് 1:17 വായിക്കാം. അവിടെ വായിക്കുമ്പോൾ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നു എന്ന് പത്രോസ് അവിടെ പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ഈ ശബ്ദം എവിടെ നിന്ന് വന്നു? അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന്. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഇതിന്റെ ആത്മീയ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കണം. ഈ ശബ്ദത്തിന്റെ ഉത്തരവാദി അവിടെ പിതാവാണെന്നല്ല പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല, കാരണം ദൈവമാണല്ലോ പിതാവ്. ഈ പിതാവായ ദൈവത്തിൽ അത് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ തേജസ്സിൽ വസിക്കുന്നവനാ. അപ്പോ അതിശ്രേഷ്ഠ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെയാ. അതിന് നിങ്ങൾ പിതാവെന്ന് വിളിച്ചോ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിശ്രേഷ്ഠ തേജസ്സിൽ ശബ്ദമായി നിലകൊണ്ട വ്യക്തി ആരാണ്? അതാണ് നമ്മുടെ ഇതിനോട് ചേർന്നുള്ള ഒരു ചിന്ത. 1 യോഹന്നാൻ 1:1 വായിക്കുമ്പോൾ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനവും ദൈവമായിരുന്നു എന്നല്ല, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. അതിശ്രേഷ്ഠ തേജസ്സിന്റെ ഉള്ളിൽ വചനമായി ശബ്ദമായിരുന്നത് കർത്താവായ യേശുവാണെന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഈ ശബ്ദത്തിനും കാരണക്കാരൻ ഈ വചനമാണ്, ഈ ശബ്ദത്തിനും കാരണക്കാരൻ യേശുക്രിസ്തുവാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യോഹന്നാൻ 3:13 വായിക്കുമ്പോൾ, സ്വർഗത്തിൽ ഇരിക്കുന്നവനായി സ്വർഗത്തിൽ നിറങ്ങി വന്നവനായ മനുഷ്യപുത്രനല്ലാതെ. അപ്പൊ സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിറങ്ങി വരുവാൻ കഴിയുന്നവനാണ് ഈ മനുഷ്യപുത്രൻ. ഹല്ലേലൂയ. നമ്മൾ എഗസ്കിയേൽ 1-ാം അധ്യായം നന്നായിട്ടൊന്ന് വായിക്കണം. പെട്ടെന്ന് വായിച്ചാല് നമുക്കൊന്നും മനസ്സിലാകില്ല. എങ്കിലും അതിന് 26-ാം വാക്യം വായിക്കുമ്പോൾ ഒരു വലിയ തേജസ്, ശ്രേഷ്ഠ തേജസ് അവിടെ ആ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് എന്താണെന്നുള്ളത്. ആ ശ്രേഷ്ഠ തേജസ്സിന്റെ നടുവിൽ ഒരു മനുഷ്യരൂപം ഉണ്ടായിരുന്നു. അപ്പൊ ശ്രേഷ്ഠ തേജസ്സിന്റെ നടുവിൽ നിന്ന് ഈ നടുവിലുള്ള ഈ മനുഷ്യരൂപത്തെയാണ് വചനം എന്ന് പറയുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സകലവും സൃഷ്ടിച്ചത് എങ്ങനെയാ? എബ്രായ ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ, സകലവും വചനം നിമിത്തമുളവായി, വചനം മുഖാന്തരമുളവായി. ഉണ്ടാകട്ടെ എന്ന് ശബ്ദിച്ചപ്പോൾ സകലതും ഉളവായി. വെറുതെ ശബ്ദിക്കുകയല്ല കേട്ടോ, തൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാകണമെന്നുള്ള ആ ചിന്ത തൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ തൻ്റെ ജ്ഞാനത്തിൽ അവയെ സൃഷ്ടിക്കുക, എങ്ങനെ ആയിരിക്കണമെന്നുള്ള ജ്ഞാനം അവിടെ പ്രവർത്തിച്ച് ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ തൻ്റെ ജ്ഞാനത്തിൽ കണ്ടിരുന്ന അതേ വിധത്തിൽ അത് ഉളവായി വന്നു. അപ്പൊ സകലതും ഉളവായത് ഈ അതിശ്രേഷ്ഠ തേജസ്സിന്റെ നടുവിൽ നിന്ന ശബ്ദമായിരുന്നു. ആ ശബ്ദമാണ് കർത്താവായ യേശുക്രിസ്തു. ദൈവത്തിന്റെ വചനം പറഞ്ഞു, അവൻ മുഖാന്തരം സകലതും ഉളവായി. അവനെ കൂടാതെ, ഈ ശബ്ദം കൂടാതെ ഒന്നും ഉളവായിട്ടില്ല, ഈ വചനം കൂടാതെ ഒന്നും ഉളവായിട്ടില്ല, യേശുവിനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ ഇറങ്ങി വരുവാൻ കഴിയുന്ന ഈ യേശുക്രിസ്തു തന്നെയാണ് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച പത്രോസ് ശ്ലീഹ വ്യക്തമാക്കുമ്പോൾ ആർക്കതിനെ നിഷേധിക്കാൻ കഴിയും? ആമേൻ. പ്രിയ സ്നേഹിതരെ, നമുക്കറിയാം യോഹന്നാൻ 8:25 വായിക്കുമ്പോൾ അവർ അവനോട്, യേശുവിനോട്, നീ ആരാകുന്നു എന്ന് ചോദിച്ചതിന് യേശു, ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നത് തന്നെ.
നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ ആദി മുതൽ നിങ്ങളോട് സംസാരിച്ചത്. ആദിയിൽ വചനമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എങ്ങനെയാ സൃഷ്ടിച്ചത്? അവൻ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, ഉണ്ടായി. അപ്പൊ ആദ്യം മുതൽ കേട്ട നിങ്ങളുടെ ശബ്ദമില്ലേ, ആദ്യം മുതൽ കേട്ട ശബ്ദം, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞവൻ ഇവൻ തന്നെയാണെന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. വെളിപ്പാട് 19:13 വായിക്കുമ്പോൾ അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന് പേർ. യേശു ക്രിസ്തുവിന് വചനം എന്ന് പേരുണ്ട്, ദൈവവചനം എന്ന് പേരുണ്ട്. അവനാണ് ലോഗോസ്, അവനാണ് അതിശ്രേഷ്ഠ തേജസ്സിന്റെ നടുവിൽ നിന്ന് സകലത്തെ ഉളവാക്കിയവൻ. ആ വചനമാണ് ഈ ലോകത്തിൽ ജഡമായി തീർന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് ഈവൻ എന്റെ പ്രിയപുത്രൻ എന്ന് ആ ശരീരത്തെ കുറിച്ച്, മനുഷ്യവർഗത്തിന്റെ പാപയാഗത്തിനു വേണ്ടി പരമയാഗമാകാനുള്ള ഈ കുഞ്ഞാടിനെ കുറിച്ച്, മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന ഈ ശരീരത്തെ കുറിച്ച് ഇത് പ്രിയപുത്രനാണ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് തൃത്വം തെളിയിക്കുവാനല്ല സ്നേഹിത. ഹല്ലേലൂയ. കുഞ്ഞാടെന്ന് പറഞ്ഞാൽ 4 കാലും 1 വാലുമുള്ള കുഞ്ഞാടല്ല, ഒരു പരമയാഗത്തെ അവിടെ എടുത്ത് കാണിക്കുന്നത്. പുത്രൻ എന്ന് പറഞ്ഞാലും ഒരു പരമയാഗത്തെയാണ് അവിടെ എടുത്ത് കാണിക്കുന്നത്, അല്ലെങ്കിൽ മധ്യസ്ഥതയാണ് അവിടെ എടുത്ത് കാണിക്കുന്നത്. മനുഷ്യനായ ക്രിസ്തു. ഹല്ലേലൂയ. ഇതെത്രമാത്രം ഞങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞാലും ഇത് നിങ്ങളുടെ ഉള്ളിൽ ഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്രകാരം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള സകല തെളിവുകളും യേശു ക്രിസ്തു മാത്രമായിരുന്നു ആ ശബ്ദത്തിന് അഥവാ വചനത്തിന് കാരണം എന്നുറക്കെ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് അതിശ്രേഷ്ഠ തേജസ്സാകുന്ന ദൈവവും പിതാവുമായവരിൽ നിന്ന് പുറപ്പെട്ട സകല ശബ്ദത്തിനും അഥവാ വചനത്തിനും ഉത്തരവാദി ആ യോർദാനിൽ നിൽക്കുന്ന യേശു ക്രിസ്തു തന്നെയാണ്. അവൻ വചനമായി പ്രവർത്തിച്ചപ്പോൾ ആ വചനം ജഡമായി തീർന്നതാ. എന്തിനു ജഡമായി തീർന്നത്? അതെല്ലാം നമുക്കറിയാം. കാരണം ഇവിടെ ജഡം ആവശ്യമാണ്, ഇവിടെ രക്തം ആവശ്യമാണ്. ആത്മാവായ ദൈവം നോക്കിയപ്പോൾ സകല മനുഷ്യരും പാപികളായി ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അതുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, പാപമില്ലാത്ത രക്തം ചൊരിയുവാൻ, പാപമില്ലാത്തൊരു ജഡം ഇവിടെ ഇല്ല. ആകയാൽ മക്കൾ ജഡത്തോടും രക്തത്തോടും കൂടിയവരാകൊണ്ട് അവനും മക്കളാണ് രക്തത്തോടും ജഡത്തോടും കൂടിയവരെങ്കിൽ അവനും എന്ന് പറയുമ്പോൾ അവിടെ പിതാവിനെയാണ് ഉദ്ദേശിക്കുന്നത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡവും രക്തവും ഉള്ളവനായി ഈ ലോകത്തിൽ വന്നു. എന്തിനു വേണ്ടി ജഡവും രക്തം എടുത്തു? കാരണം ജഡത്തിൽ കഷ്ടമേൽക്കണം. അതിനുവേണ്ടി ആരാണ് ജഡത്തിൽ കഷ്ടമേൽക്കുവാൻ ജഡമെടുത്തത്? ആത്മാവായ ഏകദൈവം ജഡത്തിൽ കഷ്ടമേൽക്കുവാൻ ജഡവേഷത്തിൽ വന്നവൻ വേഷത്തിൽ മനുഷ്യനായി, മനുഷ്യ സാദൃശ്യത്തിലായി. എന്തിനു വേണ്ടിയാണ് രക്തം? നമുക്കറിയാം, പഴയ നിയമവും എബ്രായർ 9-ാം അധ്യായവും വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനം ഇല്ല എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മനുഷ്യവർഗത്തിന്റെ രക്തം പാപഭംഗിലമായതിനാൽ പാപമില്ലാത്ത രക്തം എടുത്ത്, ഒരു ജഡവും രക്തവും എടുത്ത് ആത്മാവായ ദൈവം ലോകത്തിലേക്ക് താണിറങ്ങി വന്നു. അവനെ പുത്രൻ എന്ന് വിളിക്കാം, മനുഷ്യപുത്രൻ എന്ന് വിളിക്കാം, ദാവീദിന്റെ സന്തതി എന്ന് വിളിക്കാം, ഹല്ലേലൂയ, അബ്രഹാമിന്റെ സന്തതി എന്ന് വിളിക്കാം. എങ്കിലും അത് മാത്രം, അങ്ങനെയുള്ള വിളി കൊണ്ട് മാത്രം അവനെ ഒതുക്കി ഒരു 2ാം കിടക്കാരനായി, തൃത്വത്തിൽ 2ാമനായി തരം താഴ്ത്തി കളയാതെ അവൻ തന്നെ ഒടുക്കത്തവനും 1ാമത്തവനും ഒടുക്കത്തവനും എന്ന് വിശ്വസിച്ചുകൊണ്ട് അവനല്ലാതെ മറ്റൊരു ദൈവമില്ല, അവൻ സർവത്തിനും ഇത് ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണെന്നുള്ള വെളിപ്പാട് പ്രാപിച്ച് ഈ നാളുകളിൽ എന്റെ സ്നേഹിത നിങ്ങൾ മുൻപോട്ട് പോകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. റോമർ 11:36 വായിക്കുമ്പോൾ ഈ ശബ്ദം എവിടെ നിന്ന് വന്നു എന്നുള്ളതിന് ഒരു മറുപടിയും കൂടി അവിടെ കാണുവാൻ കഴിയുന്നു. എന്താണ് അവിടെ പറയുകയാണ്? സകലവും അവരിൽ നിന്നും, സകലവും അവനാലും, സകലവും അവങ്കലേക്കും ആകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിലെ ദൈവം അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു
അവിടെ ഇരുന്നു കൊണ്ട്, സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അവൻ ഇവിടെ ഇറങ്ങി വരുവാനും, അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു പുത്രനെയല്ല, ദൈവം, ആത്മാവായ ദൈവം അവൻ താൻ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ താൻ തനിക്കായി ഒരു ശരീരം ഒരുക്കി എന്ന് പറഞ്ഞു. താൻ തനിക്കായി ഒരു ശരീരം ഒരുക്കി, ആ ശരീരത്തിൽ താൻ വെളിപ്പെട്ടു. അപ്പോൾ ആ ശരീരത്തെയാണ് പുത്രൻ എന്ന് പറയുന്നത്. ആ ശരീരമാണ് കഷ്ടത അനുഭവിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവൻ ദാവീദിന്റെ പുത്രൻ എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ശരീരം സംബന്ധിച്ച് ദാവീദിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നു. ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല കേട്ടോ. യഹൂദന്മാര് കല്ലെറിയും, നീ മനുഷ്യനായിരിക്കും, നിന്നെ തന്നെ ദൈവമാക്കി എന്ന് പറഞ്ഞ് കല്ലെറിയാൻ തുടങ്ങി. അപ്പൊ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ദൈവപുത്രനല്ല, യഹൂദന്റെ ദൈവപുത്രൻ, യഹൂദൻ ചിന്തിക്കുന്ന ദൈവപുത്രൻ. അതുകൊണ്ട് ഈ നാളുകളിലായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരെന്നറിഞ്ഞ് അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് കർത്താവിന്റെ വരവെടുത്തു, അവന്റെ വരവിൽ ഒരുങ്ങുവാൻ എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ നിങ്ങൾക്കും കർത്താവ് ഇടയാക്കട്ടെ. യേശു ക്രിസ്തു തന്നെ മഹാദൈവം, യേശു സർവശക്തനായ ദൈവം. വെളിപ്പാട് 1:7-8. യേശു ക്രിസ്തു മഹാദൈവം, യേശു ക്രിസ്തു വീരനാം ദൈവം. ഇങ്ങനെ ബൈബിൾ യെശയ്യാപ്രവചനം 9:6 തീത്തോസ് 2:12 നമ്മളെ വെളിപ്പെടുത്തുമ്പോൾ ആ മഹാദൈവമായ യേശുവിനെ, ആ മഹാദൈവമായ സർവശക്തനായ ദൈവമായ യേശു ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ ശിഷ്ടായുസ് മുൻപോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് എല്ലാവരെയും, ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന സകലർക്കും കർത്താവ് ഇടയാക്കട്ടെ എന്ന് പറഞ്ഞ് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.